നമ്മുടെ വ്യവസ്ഥ പ്രകാരം ഇനി മുജാഹിദ് പക്ഷം 4 മിനിറ്റ് ചോദ്യം ചോദിക്കുകയും സുന്നി പക്ഷം അതിന് 5 മിനിറ്റ് മറുപടി പറയുകയും ചെയ്യണം. ഇങ്ങനെ 10 റൗണ്ട് ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, നേരത്തെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിന്റെ ചോദ്യോത്തര സെഷനിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇതുവരെയും നാം വിശദീകരിച്ചതുപോലെ റഹ്മാനായ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ, അഥവാ മനുഷ്യ കഴിവിന് അതീതമായതും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സൃഷ്ടി കഴിവിന് അതീതമായതും അല്ലെങ്കിൽ അദൃശ്യമായ മാർഗത്തിലുള്ളതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതുമായ കാര്യങ്ങൾക്ക് ഉള്ള തേട്ടങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആകാവൂ എന്നും അത് മറ്റാരിലേക്ക് പോയാലും അമ്പിയാക്കളോ ഔലിയാക്കളോ മലക്കുകളോ ജിന്നുകളോ അടക്കമുള്ള ഏതു സൃഷ്ടിയിലേക്കാണെങ്കിലും അത് ശിർക്ക് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുപ്രകാരമാണ് ഞങ്ങളുടെ വാദം രേഖപ്പെടുത്തിയത്. ആ വാദത്തിന് തെളിവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഏതൊരാൾക്കും ബോധ്യമാകുന്ന വിധം ആയത്തും ഹദീസും ഖുർആൻ തഫ്സീറിലെ ഉദ്ധരണിയും ഇവരുടെ തന്നെ നേതാക്കന്മാർ എഴുതി വെച്ച അൽ ഖൗലു സദീദ് പോലുള്ള പുസ്തകങ്ങളുമെല്ലാം ഉന്നയിച്ചുകൊണ്ട് വളരെ വിശദമായി നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അതിൽ നിന്ന് 2 തരം സഹായമുണ്ട് എന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കി. ഒന്ന് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സഹായം, മറ്റൊന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായവുമാണ് അല്ലാഹ് അവിടെ പറഞ്ഞത്. അതിനാണ് തഫ്സീർ റാസി ഞാൻ വായിച്ചത്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, സഹായം 2 തരമുണ്ട്. ഒന്ന് മാലാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ലഭ്യമല്ലാത്തത്. അതാണ് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് എന്നർത്ഥം. രണ്ടാമത് വമിൻഹാ മാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത്. സമാനമായി ധാരാളം പ്രയോഗങ്ങൾ തഫ്സീറിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ലാകിന്നഹു അലാ ഖിസ്മൈൻ. തഈദ് യഥാർത്ഥത്തിൽ റബ്ബിൽ നിന്നാണെങ്കിലും 2 തരമുണ്ട്. ഒന്ന് കാര്യകാരണത്തിന് ഉള്ളിൽപ്പെട്ടത്, ഒന്ന് അതിന് അതീതമായത്. ഈ ആയത്തും ഇതിന്റെ തഫ്സീറും ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹി എന്ന ഹദീസും അതിന്റെ ശറഹും സമാനമായ മറ്റു ധാരാളം ആയത്തുകളും ഹദീസുകളും അതിന് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളും അതാണ് ഞങ്ങളുടെ വാദത്തിന് ഞങ്ങൾക്കുള്ള തെളിവ്. അത് ഞങ്ങൾ സമർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ വാദമായി എഴുതിയത് അമ്പിയായോടും ഔലിയായോടും ഒരാൾ സഹായം തേടുമ്പോൾ ഖാലിഖാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ അത് ശിർക്കല്ല എന്നാണ്. അത് എഴുതിയതാവട്ടെ അമ്പിയായോടും ഔലിയായോടുമുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാനാണ് താനും. എങ്കിൽ അവിടെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് ചർച്ചക്കെടുക്കേണ്ടി വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളെ മൗലവി സാഹിബ് 4 മിനിറ്റ് പ്രസംഗിക്കാണോ ചെയ്തത്, ചോദ്യം ചോദിക്കാണോ ചെയ്തത്? ഒരൊറ്റ ചോദ്യവും അദ്ദേഹം ചോദിച്ചില്ല. ഒറ്റ ചോദ്യം ചോദിച്ചില്ല. എത്ര ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്? ഒരു ചോദ്യവും അദ്ദേഹം ചോദിച്ചില്ല. അദൃശ്യം, മനുഷ്യ കഴിവിന് അതീതം, അത് ചിലപ്പോ പറയും സൃഷ്ടി കഴിവിന് അതീതം. ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മനുഷ്യ കഴിവിന് അതീതം എന്നാണോ പറയേണ്ടത്, സൃഷ്ടി കഴിവിന് അതീതം എന്നാണോ പറയേണ്ടത്,
സൃഷ്ടി കഴിവിന് അതീതെന്ന് പറഞ്ഞതിന്റെ പേരില് മറ്റേ കൂട്ടര് മുശ്രിക്കാണ്, മനുഷ്യ കഴിവിന് അതീതെന്ന് പറഞ്ഞതിന്റെ പേരില് നിങ്ങൾ മുശ്രിക്കാണ് എന്നൊക്കെയാണല്ലോ മുജാഹിദുകൾ തമ്മിൽ ഇപ്പോ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആരോപണം ലോക മുസ്ലിമീങ്ങൾക്ക് നേരെ തിരിച്ചുവിടാൻ ഞങ്ങൾ ഒരിക്കലും തന്നെ സമ്മതിക്കില്ല. ഒരൊറ്റ തെളിവും ഞങ്ങൾ 4-5 ചോദ്യങ്ങൾ ചോദിച്ചു. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയും പറയാതെ, അതിന്റെ നിർവചനത്തിന് ആധികാരികമായ പ്രമാണം പറയാതെ, സക്കരിയ സാഹിബും സക്കരിയ മൗലവിയും ജബ്ബാർ മൗലവിയും നടത്തിയ ഈ വൈരുദ്ധ്യാത്മകതയിലേക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടിയപ്പോൾ അതിനെക്കുറിച്ചൊരു സമന്വയം നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയ മൗലവിമാർ ഇപ്പൊ പറയുന്നത് റാസിയാണ് ഞങ്ങളുടെ ആകെ തെളിവ് എന്നാണ്. എന്താ റാസിയിൽ പറയുന്നത്? ഇബാറത്ത് മുഴുവൻ വായിക്കണം, ഇബാറത്ത് മുഴുവൻ വായിക്കണം. റാസിയിൽ എന്താ പറഞ്ഞത്? അത്തഈദു ഇല്ല ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തി തരൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ കൂടാതെ, കാരണങ്ങളുടെ മധ്യസ്ഥത കൂടാതെ. 2, മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ മുഖാന്തിരം. ഇങ്ങനെ 2 തരം അള്ളാഹുവിന്റെ, രണ്ടും അള്ളാഹിന്റെതാണെന്നാ, രണ്ടും അള്ളാഹുവിന്റെതാണ്. ഒന്ന് അള്ളാഹുവിന്റെ ഈ രൂപത്തിലുള്ളത് കൊണ്ടും മറ്റേത് മുഅ്മിനീങ്ങളെ കൊണ്ടും. മുഅ്മിനീങ്ങളിൽ നിന്നും എന്നല്ല മൗലവി അർത്ഥം വെച്ചുകൊണ്ട് തെറ്റിക്കണേ. വബിൽ മുഅ്മിനീൻ, എവിടുന്നാ മുഅ്മിനീങ്ങളിൽ നിന്നും അർത്ഥം കിട്ടിയത് നിങ്ങൾക്ക്? വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട്. എന്നിട്ട് എന്താ മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തിന്റെ കൂട്ടം എന്താ? അദ്ദേഹം തന്നെ പറയാ, ഇമാം റാസി പറയാണ്, തുമ്മ ഇന്നഹു തആല ബയ്യന അന്നഹു കൈഫ അയ്യദഹു ബിൽ മുഅ്മിനീൻ, അല്ലാഹു എങ്ങനെയാ മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിച്ചത് എന്ന് അല്ലാഹു തന്നെ പറയട്ടെ. ഫഖാല, അല്ലാഹു പറയുന്നു, വഅല്ലഫ ബൈന ഖുലൂബിഹിം, മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കം നൽകി. ലൗ അൻഫഖത, നബിയെ അങ്ങ് ചെലവാക്കുകയാണെങ്കിൽ, മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കുകയാണെങ്കിൽ, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കാൻ നബിയെ അങ്ങേക്ക് കഴിയൂല. അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്ത സഹായം അള്ളാഹ് തന്നെ ചെയ്തതാണ്. നബിയെ അങ്ങ് അവരുടെ ഇടയിൽ തഅലീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്കത് നടത്താൻ കഴിയില്ല. അപ്പൊ നബിക്ക് കഴിയാത്തതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? നബിക്ക് കഴിയാത്ത അള്ളാഹ് ചെയ്തു തന്നോ, അതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? ഇതിനാണോ നിങ്ങൾ സാധാരണ മാർഗം, ഭൗതിക മാർഗം എന്നുള്ള? ഭൗതിക മാർഗം എന്നുള്ളത് ഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ മനുഷ്യരോട് ചോദിക്കാം, അഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സക്കരിയ സലാഹി ഇതാ ഈ പുസ്തകത്തിൽ ഈ ആയത്തിന് ഇങ്ങനെ ഒരർത്ഥം കൊടുത്തിരിക്കുന്നു, വളരെ മോശമായ അർത്ഥം. എന്താണ്? റാസിയുടെ വിശദീകരണ പ്രകാരം സാധാരണ കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കണം, അതേ സമയത്ത് അസാധാരണ കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ, അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന രൂപത്തിൽ റാസിയിൽ എവിടെയാ വിശദീകരണം ഉള്ളത്? മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താ? അല്ലാഹു തആല പറയാണ്, ഫഖാല വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഇണക്കി കൊടുത്തു. ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ, അങ്ങ് ഭൂമിയിലുള്ള സകലതും ചെലവാക്കുകയാണെങ്കിലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇണക്കാൻ പറ്റൂല. അപ്പൊ മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള ആ ഐക്യവും ഭദ്രതയും അല്ലാഹു തആല തന്നെ ചെയ്തതാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, ലോകത്തുള്ള സകല കാര്യങ്ങളും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും അള്ളാഹ്ക്ക് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വിഭജന പ്രകാരം ഒന്ന് ശിർക്കും ഒന്ന് തൗഹീദും. സാധാരണമായതിൽ സഹായം ചോദിക്കൽ മനുഷ്യരോടാവാം, മറ്റു ജീവികളോടാവാം. അസാധാരണമായതിൽ സഹായം ചോദിക്കൽ മരിച്ചുപോയവരോടോ ജീവിച്ചിരിപ്പുള്ളവരോ ആയ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന ഈ വൈരുദ്ധ്യം, ഈ വൈവിധ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഭജനം, അത് റാസിയുടെ ഏത് ഇബാറത്തിൽ പറഞ്ഞു? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെയാണ് ഈ ചോദ്യം തന്നെ ആവശ്യമില്ല. ഞാൻ ആദ്യത്തെ ചാൻസ് ചോദിച്ചിട്ട് മൂപ്പരെ എടുങ്ങാറാക്കണ്ട, ഒരു ചാൻസ് എങ്കിലും ആശ്വസിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ചോദ്യം വേണ്ട ചോദി. അപ്പൊ മൂപ്പര് ചോദ്യം ഇല്ലാഞ്ഞിട്ടേ കുടുങ്ങി. അപ്പൊ ഈ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഏതായാലും പൂതിക്കൊന്നും ചോദിക്കാഞ്ഞൊരു മോശമല്ലേ? ചോദിക്കാമോ തന്നെ ഉണ്ടായിട്ടല്ല, എന്നാലും 10 ചോദ്യം എഴുതി വെച്ചോണ്ട് ഒന്നെങ്കിലും നിങ്ങൾ ചോദിച്ചോടെ, വിഷമിക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ MT സാക്ഷാൽ മുജാഹിദായി മാറി. സാക്ഷാൽ മുജാഹിദ്. എന്തിനാ മോദ നിങ്ങളെ ആയത്തോതിയത്? റസൂലെ, താങ്കളെല്ലാം ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, താങ്കൾക്ക് ഒരു കൽബിണക്കാൻ കഴിയൂല. അതാണ് അസാധാരണം, അതാണ് മനുഷ്യതീതം. എന്തേതായാലും ഈ പറ്റിപ്പോയത്
അതാണ് അസാധാരണം. കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളും വിചാരിച്ചിട്ടില്ല ഉച്ചക്ക് ശേഷം രാവിലത്തെ അതേപോലെ പോരുന്ന്. അൽഹംദുലില്ലാഹ് തുടക്കം തന്നെ അങ്ങനെ തന്നെ. ഇതാണ് മനുഷ്യ കഴിവിന് അതീതെന്ന് പറഞ്ഞത്. അതാ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, റസൂലേ ഓല ഖൽബ് ഇണക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാരാ ഇണക്കേണ്ടത്? അല്ലാഹ് മാത്രം, അല്ലാഹ് മാത്രം. അത് റസൂലിനോട് ചോദിച്ചാലോ ദുആയി എത്ര കൃത്യമാണ്. ഇതല്ലേ ജബ്ബാർ മൗലവി എഴുതിയത്? ഇതല്ലേ സക്കരിയ സ്വലാഹി എഴുതിയത്? ഇതല്ലേ പാഠപുസ്തകത്തിലുള്ളത്? ഇത് പറഞ്ഞാണോ ഇത്രയും നേരം നിങ്ങൾ ഈ രൂപത്തിൽ പരിഹസിച്ചത്? ഏതായിരുന്നാലും നീ ചോദിച്ചില്ല എന്ന് പറയണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ ഖാലിഖാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തേട്ടം ശിർക്കല്ല. ഈ വാദത്തിന് ഖുർആനിലെ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഇജ്മാഉം ഖിയാസും ഇപ്പൊ ചോദിക്കുന്നില്ല, വേണമെങ്കിൽ അപ്പൊ ചോദിക്കാം. ആയത്തുണ്ടോ ഹദീസുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാ പോരാ, അത് തഫ്സീർ ഉദ്ധരിക്കണം. തഫ്സീർ ഉദ്ധരിക്കണം. ആയത്ത് ഓതിയാൽ ഏത് മുഫസ്സിർ അർത്ഥം വെച്ചു, ഹദീസ് പറഞ്ഞാൽ ഏത് ശാരിഹ് അങ്ങനെ അർത്ഥം വെച്ചു, അത് പറയണം. അല്ലാതെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് രക്ഷപ്പെടാന്ന് ഇർഫാനി നേരത്തെ പഠിപ്പിച്ച ഐഡുണ്ട്, അത് പ്രയോഗിക്കരുത്. അതുകൊണ്ട് ആയത്ത് ഓതണം. ഖാലിഖാന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ഒരു തേട്ടം ശിർക്കല്ല. ഖാലിഖാന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തേട്ടം ശിർക്കായി. ഈ വിഭജനം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അല്ലാഹു പഠിപ്പിച്ചു ഖുർആനിൽ, ഹദീസിൽ വന്നോ പ്രവാചകന്റെ വചനങ്ങളിൽ? കാണാൻ സാധ്യമല്ല. തഫ്സീർ ഉദ്ധരിക്കണം. ഈ ഇവിടെ റാസി ഞാൻ വായിച്ചതുപോലെ നിങ്ങളും ഞങ്ങളെ ഭാഗത്ത് ബോധപരമായി വായിച്ചതുപോലെ. അതുകൊണ്ട് കഴിവ് രണ്ടുണ്ട്. റബ്ബിൽ നിന്നാണ് ആത്യന്തികമായി എല്ലാം. പക്ഷേ അള്ളാഹു നൽകുന്ന രണ്ട് വഴിക്കാണ്. ഒന്ന് മനുഷ്യരിലൂടെ, മുഅ്മിനീങ്ങളിലൂടെ. അതാണ് അസ്ബാബുൽ മഅ്റൂഫത്തുൽ മുഅ്താദ എന്ന് പറഞ്ഞത്. അല്ലാതെ കാരണത്തിന്റെ സ്ഥാനത്ത് അല്ലാഹ് അങ്ങനെ കൊണ്ടുവന്നിരുന്നതല്ല. റബ്ബ് ഈ കാരണം ഇല്ലാതെ സഹായിക്കുന്നു. അതാണ് ഖൽബ് ഇണക്കിയത്. അതിനർത്ഥം രണ്ടാൾ തമ്മിൽ തെറ്റിയാല് ഒരാൾ പോയി മദ്യം പറഞ്ഞ് ശരിയാക്കി ആയത്ത് പൊളിഞ്ഞോ? ഇല്ല. എന്താ കാരണം? അത് സാധാരണം. മറ്റതോ വലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അത് അസാധാരണം. അത് റസൂലിനും കഴിയില്ല, അത് ഒരു മനുഷ്യനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും അത് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. ശിർക്കാണെന്ന് ഖുർആൻ സ്ഥാനത്തിൽ വിശദീകരിച്ചു. അതേ ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടുള്ളൂ. അല്ല തേടാന്ന് ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടില്ല. നിങ്ങളെ വക അത് ദുർവ്യാഖ്യാനമാണ്. ശിർക്കാണോ ശിർക്കല്ലേ? പ്രാർത്ഥനയാണോ പ്രാർത്ഥനയല്ലേ? ഭൗതികമാണോ അഭൗതികമല്ലേ ആണോ? അതാണ് അവിടുത്തെ ചർച്ച. തേടാമെന്നോ തേടാമെന്നോ അങ്ങനെ വാദമേ ഇല്ല എന്ന് ഹനീഫ് കായക്കൊടി പോലും തൗബ ചെയ്തതിനു ശേഷം പോലും പ്രഖ്യാപിച്ചു പോയതാണല്ലോ. പിന്നെ എന്തിനാ മുസ്ലിയാക്കന്മാരെ ഈ വക കള്ളക്കളികള്? അതുകൊണ്ട് ചോദ്യം കൃത്യമാണ്. ഈ നിങ്ങൾ പറഞ്ഞ ഈ വാദം ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ തേട്ടം ശിർക്കല്ല, അഥവാ ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തേട്ടം ശിർക്കാണ്. ഇത് ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ആയത്ത് ഓതുകയാണെങ്കിൽ, ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ ഏത് മുഫസ്സിർ ഏത് മുഹദ്ദിസ് പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ തുരുപ്പ് ഷീട്ടായ റാസിയുടെ ഇബാറത്ത് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഈ റാസിയുടെ ഇബാറത്തുമായി വന്ന സാക്ഷാൽ മാന്യദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. റാസിയിൽ പറഞ്ഞത് എന്താ? റാസിയുടെ ഇബാറത്ത് ബഹുമാനപൂർവ്വം മൗലവി സാഹിബ് ഒന്ന് വായിക്കണം. റാസിയിൽ പറഞ്ഞത് എന്താ? അല്ലാഹു ശക്തിപ്പെടുത്തുന്നത് രണ്ട് തരമുണ്ട്. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ശക്തിപ്പെടുത്തൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അത് രണ്ടു തരമുണ്ട്. ഒന്ന് പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ കൂടാതെയുള്ളത്. രണ്ട് പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ സഹിതമായത്. ഈ രണ്ടാമത് പറഞ്ഞതിനെ പറ്റിയാണ് ബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. അപ്പൊ അപ്പൊ രണ്ടാമത് പറഞ്ഞതാണ് സാധാരണമായ കഴിവ്. ആ രണ്ടാമത് പറഞ്ഞതിനെ പറ്റി പിന്നെ റാസി പറയാണ്, ഏതാണ് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായം? മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായം ഏതാണ്? ഫഖാല, അല്ലാഹ് പറയാണ്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. നബിയെ, അങ്ങ് ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കിയാലും അങ്ങേക്ക് അവരുടെ ഇടയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ കഴിയൂല. അത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അല്ലാഹ് ചെയ്തതാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞെന്താ? മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അസാധാരണമാണ്. ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞതാ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് അസാധാരണമാണ്. അപ്പൊ എന്ത് വന്നു?
എന്ത് വന്നു? രണ്ടും അസാധാരണമാണെന്ന് വന്നു. അള്ളാഹുവിൽ നിന്നുള്ളതും അസാധാരണമാണെന്ന് വന്നു, മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അസാധാരണമാണെന്ന് വന്നു. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും. ഇതാണ് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം. ആ സഹായത്തെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അത് അസാധാരണമാണ്. അപ്പൊ രണ്ടും അസാധാരണ. ഇപ്പൊ ആകെ കുടുങ്ങിങ്ങള്. സാധാരണം അസാധാരണം എന്നിങ്ങനെയുണ്ട്. ഒന്ന് ശിർക്കും മറ്റേത് തൗഹീദും എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ പറയാണ് രണ്ടും അസാധാരണം. എവിടത്തെ? എന്താ മൗലവി ഇബാറത്തുർ റാസി ഇമാമിങ്ങളെ കിതാബ് ഹല്ല് ചെയ്യാനുള്ള കഴിവൊന്നും നിങ്ങൾക്ക് ഇല്ലാന്ന് മനസ്സിലായില്ലേ? കിതാബ് ഓതി പഠിക്കണം. പിന്നെ ആകെ മൂപ്പർക്ക് ഒന്നാമത്തെ അവസരത്തിൽ ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുക. മറന്നുപോയതിനെ ന്യായീകരിക്കുക. ചോദിക്കാനുള്ള ചാൻസിൽ ചോദിക്കണം മൗലവി, പ്രസംഗിക്കല്ല വേണ്ടത്. കവലല്ല, ഇത് സംവാദമാണ്, നേർക്കുനേരെയാണ്. അതുകൊണ്ട് എന്താ അവിടെ വലിയ ആനക്കാരിയായിട്ട് എന്താ ചോദിച്ചത്? ഒരു സഹായത്തേട്ടം ശിർക്കാവാൻ ഖാലിഖാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടോ? എന്താ ഞങ്ങളെ വാദം? ഞങ്ങളെ വാദം എന്താ? ഞങ്ങളെ വാദം വായിച്ചു വരണം. ഞങ്ങളെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട്, അമ്പിയാക്കൾ, ഔലിയാക്കളോട്, അവർ സ്രഷ്ടാക്കളല്ല മഹാത്മാവാണെന്ന വിശ്വാസത്തോടെ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. സ്രഷ്ടാവല്ല മഹാത്മാവാണെന്നാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല. ഇനി എന്തൊക്കെ കാരണത്താലാണ് ശിർക്കാവുക? അതിന് ഖാലിഖാണെന്ന് തന്നെ വിശ്വസിക്കണമെന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ അതൊക്കെ ഞങ്ങളുടെ വാദവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞങ്ങളുടെ വാദത്തിലുള്ള കാര്യം എന്താ? സ്രഷ്ടാവല്ല മഹാത്മാവാണ് എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ ശിർക്കല്ല. ഇതിന്റെ തെളിവെന്താ? ഇതിന്റെ തെളിവ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഇസ്ലാഹ് മാസിക വളരെ വ്യക്തമായി പറയാണ്. ഏപ്രിൽ 2013 ലേറ്റസ്റ്റ് ഇസ്ലാഹ് മാസിക. ഇതിൽ പറയാ ഒരു കാര്യം ശിർക്കല്ല എന്നതിന്റെ തെളിവെന്ത് എന്നൊരാൾ ചോദിച്ചാൽ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശിർക്കാകുന്നു എന്ന് പറയുന്നവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സംശയരഹിതമായ തെളിവ് ഉദ്ധരിക്കേണ്ടത്. ശിർക്കല്ല എന്നതിന്റെ തെളിവെന്താ? ആ കാര്യം ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടില്ല എന്നതാണ്. ഞങ്ങൾ 10 തവണ ചോദിച്ചിട്ട് പ്രമാണങ്ങളെ കൊണ്ട് തെളിയിച്ചില്ലല്ലോ. പ്രാർത്ഥനയുടെ നിർവചനത്തിന്റെ പ്രമാണം പറയാൻ കഴിഞ്ഞില്ലല്ലോ. സക്കരിയ മൗലവിയുടെയും ജബ്ബാർ മൗലവിയുടെയും വൈരുദ്ധ്യാധിഷ്ഠിതമായ 2 ലേഖനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം തീർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? എന്നിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുക ഖുർആനിൽ എവിടെ തെളിവ്? തഫ്സീർ ഉദ്ധരിക്കണം. ഞങ്ങളെ വാദം എന്താ? ഞങ്ങളെ വാദം നോക്കാതെ വന്നത്. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ വാദം ഒന്ന് നോക്കിക്കൂടായിരുന്നില്ലേ? ഞങ്ങളെ വാദം ഖാലിഖല്ല മഹാത്മാവാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ ശിർക്കല്ല. ഇനി ശിർക്കാവാൻ എന്തൊക്കെ വേണം? അത് മറ്റൊരു വാദമാണ്. ഞങ്ങളുടേത് അല്ല എന്ന വാദമാണ്. ഇതിന്റെ തെളിവെന്താണ്? ഒരു പ്രമാണത്തിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ രേഖ കൊണ്ടുവരൂ. റാസിയുടെ ഇബാറത്താണ് ആകെ ഉദ്ധരണി. റാസിയുടെ ഇബാറത്ത് ഇയാൾ അർത്ഥം വെച്ചപ്പോ എന്തായി? അള്ളാഹുവിൽ നിന്നുള്ള സഹായം 2 തരണ്ട്, രണ്ടും അസാധാരണം. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അസാധാരണം, അള്ളാഹുവിൽ നിന്നുള്ളതും അസാധാരണം. അപ്പൊ ഈ വർഗീകരണം ജബ്ബാർ മൗലവി ഉണ്ടാക്കിയ വർഗീകരണ. ജബ്ബാർ മൗലവിയുടെ അത്തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള പുസ്തകത്തിലാണ് ഈ വർഗീകരണം കൊടുത്തിട്ടുള്ളത്. അതിന് റാസിയുടെ ഇബാറത്ത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ചോദിച്ചപ്പോഴൊക്കെ ഓലപ്പത് നേരത്തെ ചോദ്യം പോലും ഞാൻ ഈ ബിരിയാണിയൊക്കെ വെച്ച് ഉഷാറായിട്ടുണ്ടാവുന്ന സംഗതി. മൂപ്പയ്ക്ക് ബിരിയാണി ഇറങ്ങിയിട്ടില്ല. നീ ഇറങ്ങൂല, ഞങ്ങൾക്ക് 4 ദിവസം ഉറക്കാൻ വരൂല, ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് ശിർക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ശിർക്കല്ല മനസ്സിലാക്കാന്ന. ഇതാ പണ്ടുങ്ങൾ പൂഞ്ഞൂരിന്ന് പറ്റ ഐഡിയ. പാടില്ല എന്ന് പറയാത്തത് കൊണ്ട് പാടുണ്ട് എന്ന് മനസ്സിലാക്കാന്ന. പാടില്ല എന്ന് പറയാ എത്ര ആയത്താ മുസ്ലിം നേരത്തെ ഉദ്ധരിച്ചത്? എത്ര ആയത്താ പറഞ്ഞത്? റാസി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ആയത്താ ഉദ്ധരിച്ചത്. ആ ആയത്തെ തഫ്സീറായിട്ടാ റാസി വായിച്ചത്. ഹദീസാ പറഞ്ഞത്, ആ ഹദീസിന് ശറഹാണ് ഞാൻ ഉദ്ധരിച്ചത്. എന്നിട്ട് ഇസ്ലാഹത്തെ തെളിവ് ഞാൻ കഴിഞ്ഞപ്പോ ഇസ്ലാഹിലും വല്ല ആയത്ത് കൊടുത്ത് എടുത്തു കൊടുക്കുന്ന വിചാരിച്ചത്. അതല്ല പോ ചിലപ്പം ഖുർആൻ കൊണ്ടുവരാൻ മറന്നത് കൊണ്ട് ആ ആയത്ത് ഇസ്ലാഹിന്ന് വായിക്കാകും എന്ന് വിചാരിച്ചു പോയി. പക്ഷെ മൂപ്പർക്ക് എന്താ ആയത്ത് ഉണ്ടെങ്കിലേ ഓതാ. അപ്പൊ അതുകൊണ്ട് മുസ്ലിയാരെ സംഗതി കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. മക്കത്തെ അബൂജഹല് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ, മഹാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ലാത്തയോട് തേടി കാന റജുലൻ സ്വാലിഹൻ എന്നാണല്ലോ, ലാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് തേടി ആ തേട്ടം ശിർക്കെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു ഖാലിഖാന് വിശ്വാസല്ലേ, ശിർക്കല്ല. അത് ഖുർആനെതിരാണ്. അതുകൊണ്ടാ ചോദിച്ച ഈ വാദത്തിന് തെളിവെന്ത്? നിങ്ങളുടെ വാദത്തിൽ തെളിവെന്ത്? ആയത്തുണ്ടോ പറയണം.
ഹദീസുണ്ടോ പറയണം. ഒന്നാമത്തെ ചോദ്യം തന്നെ ബാക്കി. അത് കിട്ടാതെ രണ്ടാമത്തെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇടങ്ങാറാക്കുന്നില്ല. ഒറ്റൊന്ന് പറഞ്ഞിട്ടാ മതി, ബാക്കി ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ 10 എണ്ണവും ചോദിക്കുന്നില്ല, ഒറ്റ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയൂ, അല്ലെങ്കിൽ കഴിയില്ലാന്ന് തുറന്ന് പറയും. അല്ലാതെ ഇപ്പോഴും പഴയ പോലെ തന്നെ ജബ്ബാർ മൗലവിയും പരിഹസിച്ച് സക്കറിയ സ്വലാഹിയും പരിഹസിച്ച് സമയം തീർക്ക എന്നാണെങ്കിൽ രക്ഷയില്ല മുസ്ലിയാരെ എന്നാ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വാദം ഖുർആന് വിരുദ്ധമാണ്, ഹദീസ് വിരുദ്ധമാണ്. റാസി കൃത്യമായി വേർതിരിച്ചു. 2 തരം സഹായമുണ്ട്. എല്ലാം റബ്ബിൽ നിന്ന് ആത്യന്തികമായി ആർക്കാ തർക്കമുള്ളത്? പക്ഷേ മുഅ്മിനീങ്ങൾ വഴിക്ക് കിട്ടുന്നത്, കിട്ടാത്തത് ഏതാ? വലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. മുഖം ണ്ടല്ലേ, വായിച്ചപ്പോ ആലോചിച്ചില്ല റാസി തിരിഞ്ഞു കൊത്തുമെന്നുള്ളത്. അത് തന്നെയാണ് മനുഷ്യ കഴിവിന്റെ അതീതം. അത് റസൂലിന് കഴിയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നാൽ കഴിയുന്നത് ഇഷ്ടം പോലെ ഖുർആൻ വേറെ പറഞ്ഞു. അപ്പൊ കഴിയുന്നതുണ്ട്, കഴിയാത്തതുണ്ട്. രണ്ടും അസാധാരണം എന്നല്ല. ഇതിപ്പോ MT ആണ് അസാധാരണക്കാരനായി മാറിയത്. ഒന്ന് സാധാരണം, ഒന്ന് അസാധാരണം. നബി പരസ്പരം സുലഹുണ്ടാക്കി വിട്ട സംഭവങ്ങളുണ്ട്, അത് സാധാരണം. മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അത് അസാധാരണം. അതാണ് മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ കൊണ്ടും, ഇനി കൊണ്ടും മിന്നും ഏതാ വേണ്ട, കുഴപ്പമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിച്ചു എന്ന സഹായം ഏതാ? സാധാരണ സഹായം. മറ്റതോ അയ്യദക ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അല്ലാഹു താങ്കളെ സഹായിച്ചിരിക്കുന്നു. അത് കാര്യകാരണ ബന്ധമല്ല, അത് സാധാരണമല്ല, അത് ഭൗതികമല്ല, അത് അഭൗതികമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഞങ്ങൾ പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുമില്ല. മാറ്റി പറഞ്ഞവർ അതൂബു ഇലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അവർ നിങ്ങളെ മുമ്പിലേക്ക് ഇപ്പോൾ വരുന്നുമുണ്ടാവില്ല. ഞങ്ങൾക്ക് ധൈര്യമായി ഇനിയും വരാൻ കഴിയും. പക്ഷെ നിങ്ങളെ കിട്ടൂല മാത്രം. ഈ കെ സുന്യാൾ ആദ്യമായിട്ടാണ് കിട്ടിയത്, അത് അവസാനമായിട്ടുമാണ്. നിനക്കാളും നല്ലത് AP സുന്യാൾ ഇപ്പൊ തോന്നുക. കാരണം ഇത്രയും കാലം വരാത്തത് എന്താണ് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ വന്ന് കുടുങ്ങിയിട്ട് വന്ന് നോക്കിയതാ, പക്ഷെ രക്ഷയില്ല. ഏതാണ്ട് ഇപ്പൊ എനിക്ക് നിങ്ങളെ പറ്റൂലാന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട്, അത് മറ്റൊരെ പറ്റിയിട്ടില്ല, എന്നാലും ഓക്കെ ദേശം കുരുട്ട് ബുദ്ധിയും ആ നിലക്കുള്ള കുറച്ച് മിമിക്രിയൊക്കെ പറയിട്ട് അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും. നിങ്ങൾക്ക് അതും കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഏതായിരുന്നാലും ശരി, കാര്യം വ്യക്തമാണ്. ഉത്തരം പറയുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് സക്കരിയ സലാഹിക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളേറ്റ് എന്താ നിങ്ങൾ വരാത്തത് എന്നുള്ളത്. നന്ദി മുഖാമുഖത്തിൽ എന്തേ സക്കരിയ സലാഹി വരാതിരുന്നത്? സുന്നികളോടുള്ള മുഖാമുഖം കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അത് കാളമൂത്ര സാഹിത്യത്തിന്റെ മുഖാമുഖമല്ലാതെ പേടിച്ചതുകൊണ്ടല്ലേ സക്കരിയ സലാഹി വരാതിരുന്നത്? ഞങ്ങളേറ്റ് നിങ്ങൾ വരൂല. നിങ്ങൾ മറ്റുള്ളവരേറ്റ് പോകുന്നത് പോലെ ഞങ്ങളേറ്റ് വരാൻ നിങ്ങൾക്കോ നിങ്ങളെ സക്കരിയ മൗലവിക്കോ സാധ്യമല്ല. ഇത് സുന്നികളായിട്ടുള്ള വാദപ്രതിവാദമാണ്. അത് നിങ്ങൾ തന്നെ പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങളുടെ സക്കരിയ മൗലവി പ്രസംഗിച്ചിട്ടില്ലേ എന്തേ വരാതിരുന്നത് എന്നുള്ളത്? അപ്പൊ സക്കരിയ മൗലവി ഇവിടെയും വന്നിട്ടില്ലല്ലോ. സക്കരിയ മൗലവിക്ക് ഇവിടെയും വരാൻ പേടിയാണ്. പാവങ്ങളെ പറഞ്ഞേച്ചൊക്കെയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇയാളെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു ചോദ്യമൊന്നില്ല. ആകെ പറഞ്ഞ ഞങ്ങൾ റാസിയുടെ ഇബാറത്ത് തെളിവ് പറഞ്ഞു. റാസിയുടെ ഇബാറത്തിൽ പറയുന്നുണ്ട് അത്രേ, അള്ളാഹുവിന്റെ സഹായം 2 വിധം. ഒന്ന് പരിചിതവും സാധാരണവുമായതായ രൂപത്തിലുള്ള കാരണങ്ങളെ കൊണ്ടുള്ള, സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള സഹായം. 2 സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ളതല്ലാത്ത സഹായം. എന്നിട്ട് സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറഞ്ഞ സഹായത്തെ റാസി വിശദീകരിച്ചത് എങ്ങനെയാ? ഇമാം റാസി പറയുന്നു എങ്ങനെയാ? വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നത് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഇടയിൽ, സഹാബത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കി എന്നുള്ളതാണത്. നബിയെ ഭൂമിയിലുള്ള സകലതും അങ്ങ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ആ സ്നേഹബന്ധം ഉണ്ടാക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. കാരണം അങ്ങ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല. നബിക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ എന്താ? നബിക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ നബി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയൂല. ഇസ്തിബ്ദാദ് നബിക്കില്ല. നബിക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ സാധാരണ കഴിവ് എന്ന് നിങ്ങൾ പറയുന്ന ആ കഴിവിനെ പറ്റി എന്താ പറഞ്ഞത്? അതും അല്ലാഹു ചെയ്യുന്നതാണ്, നബിയെ അങ്ങ് ചെയ്തതല്ല. അപ്പൊ എന്തോന്ന്? അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു അതും അസാധാരണമാണ്. അപ്പൊ അല്ലാഹുവിന്റെ സഹായങ്ങൾ 2 തരമുണ്ട്. ഒന്ന് അസാധാരണമായ സഹായം, 2 അസാധാരണമായ സഹായം. 2 അസാധാരണമായ സഹായം എവിടുന്ന് വരുന്നു മൗലവി? ഇത് ജബ്ബാർ മൗലവി പഠിപ്പിച്ചതാണ്, ഞങ്ങൾക്കറിയാം. പിന്നെ മക്കത്തെ മുശ്രിക്കീങ്ങളെ പറ്റി ഇങ്ങനെ എടുത്തിടാൻ നോക്കുക. മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മുശ്രിക്ക് എന്നുള്ള വാക്ക് തന്നെ മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവർ, അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട്, അല്ലാഹു അല്ലാതെ റബ്ബുണ്ട് എന്ന് പറയുന്നവർ അവരല്ലേ? അവരെ സംബന്ധിച്ചുള്ള ആ വിഷയം
നമ്മുടെ സബ്ജക്റ്റിൽപ്പെട്ടതല്ല. ഇത് മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചർച്ച. ലോകത്ത് എത്ര ഇമാമിയങ്ങൾ മരിച്ചുപോയവരോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം ഞങ്ങൾ മാത്രമല്ല മുശ്രിക്ക്, നിങ്ങളുടെ ആരോപണ പ്രകാരം ഇന്നത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുശ്രിക്ക്, ദീനിന്റെ കാവൽക്കാരായ ഇമാമിയങ്ങൾ അടക്കം മുശ്രിക്കായിരിക്കുന്നു മൗലവി. അതുകൊണ്ട് തന്നെ റാസിയുടെ ഇബാറത്തും പറഞ്ഞിട്ടൊന്നും ഇനി ഇവിടെ വരേണ്ട. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം എന്താണ്? മക്ക മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിന് പുറമെ ഇലാഹുണ്ടെന്ന് വിശ്വസിച്ചു. ആ അല്ലാഹു അല്ലാത്ത ഇലാഹുമാരുടെ മുമ്പിൽ അവർ വണക്കം കാണിച്ചു. അല്ലാഹു അല്ലാത്ത ഇലാഹിനോട് അവർ അപേക്ഷ കാണിച്ചു. അതെ, അടിമ ഉടമയോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ് സാക്ഷാൽ ഇസ്ലാമിന്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുക എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? ആ പ്രാർത്ഥന നിർവഹിച്ചത് കൊണ്ടാണ് മക്ക മുശ്രിക്കീങ്ങളൊക്കെ അവർ മുശ്രിക്കായത്. ഇവിടെ മുസ്ലിമീങ്ങളെ പറ്റിയാണ് ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചർച്ച. മുസ്ലിമീങ്ങളുടെ ഇസ്തിഗാസയെ സംബന്ധിച്ച് ചോദിക്കൂ, അതിനെപ്പറ്റി നിങ്ങൾ ചോദ്യമുണ്ടാക്കൂ. നിങ്ങൾക്ക് എന്താ 1 മണിക്കൂർ ഞങ്ങൾ സമയം തന്നില്ലേ? ആ 1 മണിക്കൂറിൽ ചോദ്യം ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ? ഒന്നാമത്തെ അവസരത്തിൽ മൂപ്പർക്ക് ചോദ്യം ഉണ്ടാക്കിയിട്ടില്ല. എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങളെ തെളിവ് റാസിന്റെ ഇബാറത്താണ്. റാസിന്റെ ഇബാറത്തിൽ അസാധാരണമായ മാർഗത്തിൽ സഹായം ചോദിച്ചാൽ ശിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ അസാധാരണമായ മാർഗത്തിൽ സഹായം ചോദിച്ചാൽ ശിർക്കാന്ന് റാസി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇത് സക്കരിയ സലാഹിയുടെ പുസ്തക. ഈ പുസ്തകത്തിൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതിന്റെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് തന്നെ ചോദിക്കണം. എന്നാൽ സൃഷ്ടികൾക്ക് കഴിയാത്തതും അള്ളാഹുവിന് മാത്രം കഴിയുന്നതുമായ കാര്യങ്ങളാണെങ്കിലോ അത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. ഇതാണ് ഇബാറത്തിന്റെ അർത്ഥം എന്ന നിലക്ക് ഇതിൽ എഴുതിയിരിക്കുകയാണ് സക്കരിയ സലാഹി. അങ്ങനെ ഒരു അർത്ഥം ആ ഇബാറത്തിന് ഇല്ല. ആ ഇബാറത്തിന് അങ്ങനെ ഒരർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്. റാസി എന്നല്ല, ലോകത്ത് ഒരു ഇമാമും നിങ്ങൾക്ക് തെളിവല്ല. റാസി ഇമാം പറഞ്ഞ എന്താ? റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് ശഫാഅത്ത് ചെയ്യണമെന്നാ റാസി ഇമാം പറയുന്നത്. അങ്ങനത്തെ റാസി ഇമാം നിങ്ങൾക്ക് തെളിവുണ്ടാക്കി തരുമോ? നിങ്ങൾക്ക് എതിരിലാണ് തെളിവുണ്ടാക്കി തരുക. ഇമാമുന റാസി റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിന്റെ ഇബാറത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിങ്ങൾ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ അത് നടക്കൂല. വേറുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നടന്നേക്കാം, ഞങ്ങളെ മുമ്പിൽ അത് നടക്കില്ല. റാസിയിൽ പറഞ്ഞ ഇബാറത്തൊന്ന് വായിച്ചു വരേണ്ടതായിരുന്നു. റാസിയിൽ പറഞ്ഞ ഇബാറത്തിനെ സംബന്ധിച്ച് ഒരാൾക്കും മനസ്സിലായിട്ടില്ല ആ കൂട്ടത്തിലല്ലേ? അതല്ല രസം. അതിങ്ങനെ ഉദ്ധരിക്കാണ്. ആദ്യം മറ്റേ വലിയ മൂപ്പർ എഴുതി വിട്ടു, പിന്നെ മറ്റുള്ളവർ ഉദ്ധരിച്ചു. ഏതായാലും ഇപ്പൊ ഞങ്ങള് വന്നിട്ട് ഇതാ അവസ്ഥ. ഇനിയിപ്പോ സക്കരിയ സലാഹി ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഞങ്ങൾ 6 ആള് വന്ന് 5 ആളോട് ബാക്കിയിരിക്കുക. 6ൽ 5ഉം ബാക്കിയാ. ഞങ്ങളെ ജാമ്യ ഹിന്ദിലെ കുട്ടികളെ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ തോന്നാ ഓലെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഓലിപ്പ എന്നെ ചീത്തറിയാ, എന്തിനാ നിങ്ങള് പോകുന്നത്, ഞങ്ങളെ വിട്ടാ പോരായിരുന്നു എന്നിട്ട്. എന്നിട്ട് ചോദിക്കുക സക്കരിയ സലാഹി എവിടെ? ആയിട്ടില്ല കൂട്ടരെ. സലാഹിയുമായൊക്കെ സംവദിക്കണമെങ്കിൽ ഇനി എവിടെ എത്രന്നറിയോ? നിങ്ങളെ നാട്ടുകൾക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ നിങ്ങൾക്ക് കഴിയല്? ആ പൂജയ്ക്ക് നല്ലതാ, പക്ഷെ നടക്കൂല മാത്രം. എനിക്ക് ഒരുപാട് വളരാനുണ്ട്, പക്ഷെ മറുപടി എവിടെ? അതാ കിട്ടേണ്ടത്. എവിടെ മറുപടി? ഞാൻ ചോദിച്ചത് എന്താ? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ലാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിച്ചിട്ടും അബൂജഹലിന്റെ ശിർക്കായി മാറി. ലാത്ത സ്വാലിഹാണെന്ന അവന്റെ വിശ്വാസം അത് ഹദീസ് കിതാബിൽ പരിശീലിപ്പിക്കപ്പെട്ടു. എന്ത്? കാന റജുലൻ സ്വാലിഹാൻ, സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാത്ത എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. ആ സ്വാലിഹായ ലാത്തയോട് ഖാലിഖാന്നുള്ള വിശ്വാസമില്ലാതെ അബൂജഹൽ തേടിയത് ശിർക്കാണെങ്കിൽ അബൂബക്കർ ദാരിമി തേടിയാലും ശിർക്ക് തന്നെ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട് പറഞ്ഞൊരു കാര്യമുണ്ടോ? അതിങ്ങനെ ചൊല്ലി പൈസ ഉണ്ടാക്കിണ്ടാവുന്നല്ലാതെ അതിന്റെ ആശയം ഉൾക്കൊള്ളണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് ആ തേട്ടമെന്ന ഞങ്ങൾ പറഞ്ഞത്. റബ്ബിന് കൊടുക്കേണ്ടത് ഏത് പടപ്പിനെ എപ്പ കൊടുത്തോ അവിടെ ശിർക്ക് വന്നു. അത് നിങ്ങൾ കൊടുക്കുന്നു. അത് കൊടുക്കുന്നിടത്താണ് നിങ്ങൾ ചോദ്യം വന്നത്. എവിടുന്ന് കിട്ടി ഭൗതികം, എവിടുന്ന് കിട്ടി കാര്യകാലം ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം? അതിനാ റാസി വായിച്ചത്. 2 തരമുണ്ട് എന്ന് പറയാൻ ഇപ്പൊ മൂപ്പയ്ക്ക് റാസി വിടാനും വയ്യ, കൂട്ടിപ്പിടിക്കാനും വയ്യ. വിട്ടാ വല്ലതും തോന്നൂലേനാ മൂപ്പരെ ബേജാറ്. വിട്ടോളി പോയി, കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടാൻ പോകുന്നില്ല. പക്ഷേ 2 തരം സഹായമുണ്ട് എന്ന് റാസി പറഞ്ഞത് അങ്ങനെ തന്നെ ഖിയാമത്ത് വരെ നിലനിൽക്കും. എന്നിട്ട് സമാധാനം കൊള്ള അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ് റാസി, ഇമാമാണ് മറ്റേ ഓരൊക്കെ ഇസ്തിഹാസ ചെയ്തു. ഇല്ല മുസ്ലിയാരെ, ശുദ്ധ കളവ്. ഒരൊറ്റ ഇമാമും
അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഇമാമും നമ്മൾ തമ്മിൽ തർക്കമുള്ള ഈ ഇസ്തിഗാസ ചെയ്യാമെന്ന് പറയുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടേ ഇല്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ കുറെ കാലായി അത് പറഞ്ഞെടുക്കുന്നതല്ലാതെ സ്ഥാപിക്കാൻ കഴിയില്ല. അഹ്ലുസുന്നയുടെ ഇമാമ് അതിന് വിരുദ്ധമായിട്ടാ പഠിപ്പിച്ചത്, അഖീദ കിതാബുകൾ വിരുദ്ധമായിട്ടാ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ മുഴ്ജിയത്ത് പോലും പറഞ്ഞപ്പോ അതിന്റെ ഷർത്ത് പറഞ്ഞെന്താ? മനുഷ്യ കഴിവിന് അതീതമായതായിരിക്കണം, സൃഷ്ടികൾക്ക് കഴിയാത്തതായിരിക്കണം എന്നല്ലേ തഫ്സീർ റാസിയിലൊക്കെ അതിന് വിശദീകരണം നൽകിയത്. അതല്ലേ മുഴ്ജിയത്താവുള്ളൂ. അപ്പൊ രണ്ടു തരമുണ്ട് എന്ന് വ്യക്തം. ഒന്ന്, സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരിൽ നിന്നെല്ലാം ലഭ്യമാകുന്ന അസ്ബാബുൽ ആദിയ, സാധാരണ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. മറ്റത് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടത് റബ്ബിനോട് മാത്രം ചോദിക്കുക, അല്ലാത്തത് പടപ്പിനോടും ചോദിക്കാം. അത് ശിർക്കല്ല എന്നർത്ഥം. ഇനി ഏതായിരുന്നാലും ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. ഖാലിഖാന്ന് വിശ്വസിക്കുന്നില്ല, റാസിഖാന്ന് വിശ്വസിക്കുന്നില്ല, എങ്കിൽ വിധി എന്ത്? ഞങ്ങൾക്ക് കുട്ടികൾ മതി. നന്ദിയ സക്കരിയ സലാഹി നന്ദിക്ക് വരാതിരുന്നത്? നന്ദിയിൽ ബിരുദമെടുക്കാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഖാമുഖം നടത്താൻ സക്കരിയ സലാഹിക്ക് സാധിച്ചില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്, അതിന് എന്നെ കിട്ടില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് കാളമൂത്ര സാഹിത്യം പറയുന്ന മുഖാമുഖമല്ല. അതുകൊണ്ട് നന്ദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്ക് മംഗലാപുരത്തേക്ക് വരാൻ കഴിയോ? ജീവണ്ടെങ്കിൽ ആൾ വരുമോ? ഇല്ല, വരില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കും. സക്കരിയ സ്വലാഹി പറയുന്നു മലക്കിനോട്, ഖരീനായ ഹാദിറായ ഹയ്യായ ഖാദിറായ മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അപ്പുറത്ത് മറ്റയാൾ എഴുതുന്നു ഹയ്യും ഹാദിറും ഖാദിറുമാണെങ്കിൽ ശിർക്കല്ല. ഇതിൽ ഏതാണ് ശരി എന്ന ചോദ്യത്തിൽ ജബ്ബാർ മൗലവി ഇപ്പൊ വർച്ച മാതിരി സക്കരിയ സ്വലാഹി പറിച്ചു പോകൂലേ? അല്ലേ? പറിച്ചു പോകൂലേ? അപ്പൊ അതുകൊണ്ടാണ് വരാതിരുന്നത്. അത് വളരെ കൃത്യമാണ്. റാസിയില് ഞങ്ങളുടെ വാദത്തിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? റാസിയിൽ പറയുന്നു അള്ളാഹുവിൽ നിന്നുള്ള സഹായം രണ്ട് വിധത്തിലുണ്ട്. സാധാരണവും പരിചിതമായതുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായം. രണ്ട്, സാധാരണവും പരിചിതവുമായ കാരണങ്ങളും മുഖാന്തിരമല്ലാതെ ലഭിക്കുന്ന സഹായം. അപ്പൊ അതിന് പല അർത്ഥം വെക്കാം. അസാധാരണമായ കാരണത്തിലൂടെ ലഭിക്കുന്ന സഹായം, അങ്ങനെ പല അർത്ഥം വെക്കാം. ഏതായാലും സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായം, സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ അല്ലാതെ ലഭിക്കുന്ന സഹായം. എന്നിട്ട് സാധാരണവും പരിചിതവുമായ കാരണങ്ങൾ അത് മുഅ്മിനീങ്ങളുടെ കഴിവാണ്. മുഅ്മിനീങ്ങളുടെ കഴിവ് മുഅ്മിനീങ്ങളോട് ചോദിക്കാം, മറ്റേത് ചോദിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. എന്നാൽ സാധാരണവും പരിചിതവുമായ കാരണങ്ങളിലൂടെ ലഭിക്കുന്ന സഹായത്തെ പറ്റി റാസി എന്താ പറഞ്ഞത്? അത് അള്ളാഹു വിശദീകരിക്കുന്നു. എന്താണ് അള്ളാഹു വിശദീകരിച്ചത്? ثم إنه تعالى الله تعالى بين أنه كيف أيده بالمؤمنين. മുഅ്മിനീങ്ങളെ കൊണ്ട് എങ്ങനെയാണ് റസൂലിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയത് എന്ന് അല്ലാഹു തആല തന്നെ പറയുകയാണ്. فقال وألف بين قلوبهم. മുഅ്മിനീങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കമിട്ട്. അപ്പോൾ മുഅ്മിനീങ്ങളെ